തൗബ പോലും സ്വീകരിക്കൂല എന്ന് പറഞ്ഞു. നഊദു ബില്ലാഹ്. ഒരു ബിദ്അത്തുകാരൻ അല്ലാഹുവിന്റെ റസൂൽ കാണിച്ചു തരാത്ത ഒരു സംഗതി നല്ലതാണെന്ന് പറഞ്ഞു കൊണ്ട് നടക്കുന്നവൻ, അവൻ റഹ്മാനായ റബ്ബിലേക്ക് പടച്ചോനെ ഈ പാപം എനിക്കൊന്ന് പുറത്തു തരണേ എന്ന് പറഞ്ഞ് കൈകൾ നീട്ടിയാൽ ആ നീട്ടിയ കൈകളെ പോലും പടച്ച റബ്ബ് തിരിച്ചു കൊടുക്കൂല. തൗബ പോലും അവനെ സ്വീകരിക്കൂല. ഇന്നല്ലാഹ ഹജബ തൗബത അൻ കുല്ലി സാഹിബി ബിദ്അത്തിൻ ഹത്താ യദഅ ബിദ്അതഹു. താൻ തുടങ്ങി വെച്ച ബിദ്അത്തിനെ ഒഴിവാക്കുന്നത് വരെ അല്ലാഹു അവന്റെ തൗബയ്ക്കുള്ളിൽ മറയിട്ട് കൊടുക്കുമെന്നാണ് ഇവന്റെ മനസ്സിൽ ആ തൗബയിൽ നിന്നും അവൻ മടങ്ങിയിട്ടുണ്ട് എന്നതാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, മരുന്ന് മാറി കുടിക്കുന്ന രോഗിയെ പോലെയാണ് ബിദ്അത്തുകാരൻ എന്നാണ്. ഇവന്റെ മനസ്സിലെന്താ? ഞാൻ രോഗത്തിന് മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷെ കുടിക്കേണ്ട മരുന്നല്ല കുടിക്കണത്. സ്വർഗം കിട്ടാൻ അധ്വാനിക്കണത്, പക്ഷെ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് അധ്വാനിക്കേണ്ട ഏർപ്പാടല്ല അവൻ ചെയ്യുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇസ്ലാം വളരെ സിമ്പിളാണ്. ഇസ്ലാം വളരെ ലഘുവാണ്. ഒറ്റ മാനദണ്ഡമേ ഉള്ളൂ. അള്ളാന്റെ റസൂൽ ഇത് പഠിപ്പിച്ചോ? പ്രമാണങ്ങളിൽ അതുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഇതില്ലാത്തത് കൊണ്ടാണ് സുഹൃത്തുക്കളെ പറയുന്നത്.